വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ ജോലികളിലും സംവരണം എന്നത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സംവരണം എന്തിനാണ്, ഭരണഘടന സംവരണത്തെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ ആർക്കൊക്കെയാണ് ഈ പറയുന്ന സംവരണം ലഭിക്കുന്നത്, സംവരണത്തിന് 50% പരിധി ഉണ്ടോ, അതുപോലെ OBC സംവരണത്തിന് ക്രീമി ലെയർ ഇതെന്താണ്, സാമ്പത്തികമായി പിന്നാക്ക വിഭാഗങ്ങൾക്ക്, അതായത് അവർക്ക് ഇപ്പൊ EWS എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ, അപ്പം EWS സംവരണം എങ്ങനെയാണ് നിലവിൽ വന്നത്, സർക്കാർ ജോലിയിലെ സംവരണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംവരണവും ഒരുപോലെയാണോ പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന വ്യവസ്ഥകളും അതുപോലെ സുപ്രീം കോടതിയുടെ ഒരു ചരിത്രപ്രധാന പല വിധികളുണ്ട്. അപ്പം ഈ വിധികളും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ PK ലേണിംഗ്സിന്റെ PSC കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണാവുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശദമായ ഒരു വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ അതിലൂടെ അറിയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിസർവേഷനെ പറ്റിയാണ്. അതായത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അത് വളരെ സങ്കീർണവും വൈവിധ്യപൂർണമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും അതുപോലെ തന്നെ ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഭരണഘടനാപരമായ സംവരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവയെ പൊതുവെ ജനറൽ ആൻഡ് റിസർവ്ഡ് അത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നീ വിഭാഗങ്ങളിലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ OBC, SC, ST ഇതൊക്കെ തന്നെ പട്ടികകളിൽ ചെറിയ ഒരു വ്യത്യാസവും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കൂടുതൽ വിശദമായിട്ട് തന്നെ നമുക്ക് വരാം. അപ്പോൾ നിങ്ങളെ ഇനി ഒരു കാര്യവും കൂടെ ഒന്ന് അവെയർ ആക്കുകയാണ്. അതായത് ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഇത് സംസ്ഥാനം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, മറിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ, അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ്, ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾ, അതായത് ഇപ്പം ഓരോ സംസ്ഥാനത്തെയും സർക്കാർ, നിയമസഭ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ പ്രാദേശിക ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ലോക്കൽ അതോറിറ്റികൾ ഇനിയുണ്ട്. അതായത് ഇന്ത്യയുടെ ഇപ്പം ഭൂപ്രദേശത്തിനുള്ളിലോ അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ മറ്റ് അധികാര സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റിന് കീഴിൽ വരുന്നത്. അത് സംസ്ഥാനമല്ല എന്നൊരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മുടെ വിഷയമായ സംവരണം അഥവാ റിസർവേഷനിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം എന്നത് ഒരൊറ്റ അനുച്ഛേദത്തിൽ മാത്രം പറയുന്ന ഒന്നല്ല എന്നൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. ഇത് സമത്വം, സാമൂഹിക നീതി, അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനം എന്നീ ഭരണഘടനാ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അനുച്ഛേദങ്ങളിലൂടെയാണ് സംവരണത്തിന് നിയമപരമായ അടിത്തറ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം നിങ്ങൾക്കറിയാം, ബേസിക് സ്ട്രക്ചർ, ഇതിലൊന്നാണ് സമത്വം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ സമത്വവും അതുപോലെ നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും ഒക്കെ തന്നെ ഉറപ്പ് നൽകുന്നുമുണ്ട്. എന്നാൽ എല്ലാവരെയും ഒരേ രീതിയിൽ പരിഗണിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ സമത്വം എന്ന ആശയവും ആര് പറയുന്നുണ്ട്, ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. ചരിത്രപരമായി, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനെയാണ് ഈ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഭരണഘടന അനുവദിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 എന്നിവയ്ക്കൊക്കെ തന്നെ പ്രാധാന്യം ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 15 പ്രധാനമായും വിവേചന നിരോധനവുമായി ബന്ധപ്പെട്ടതാണ്. മതം, വംശം, ജാതി, ലിംഗം, അതുപോലെ തന്നെ ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനോട് വിവേചനം കാണിക്കുന്നത് ആർട്ടിക്കിൾ 15 പ്രകാരം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 15 തന്നെ ചില പ്രത്യേക വ്യവസ്ഥകൾ പിന്നീട് ഭരണഘടനാ ഭേദഗതിയിലൂടെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഈ ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ റിസർവേഷനെ പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇനി പറയുന്ന ആർട്ടിക്കിൾ വളരെ പ്രധാനമുള്ളതാണ്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പല ചർച്ചകളിലും ഇപ്പം നിങ്ങളും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അവിടെ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചിലപ്പം എന്തെങ്കിലുമൊക്കെ റിസർവേഷനെ പറ്റിയുള്ള പ്രക്ഷോഭങ്ങളോ ഒക്കെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെന്റ് നമുക്ക് ചിലപ്പം കണ്ടേക്കാം അല്ലെ. നമ്മളിപ്പോൾ ഡൽഹിയിൽ ഇപ്പം എന്തോ റിസർവേഷൻ ഹട്ടാവോ മൂവ്മെന്റ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭരണഘടനാപരമായിട്ട് നിങ്ങൾ ഇതിലൊക്കെ തന്നെ അവെയർ ആയിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഭാഗങ്ങൾ പരീക്ഷ എന്നതിനോടൊപ്പം തന്നെ ഇതിനുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തിലേക്കെല്ലാം വരാം. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒന്നാണ് ആർട്ടിക്കിൾ 15(3). അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അനുമതി നൽകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 15(4) സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്ക വിഭാഗങ്ങൾക്കും, അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരം നൽകുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിലെ സംവരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടന അടിത്തറയാണ് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15(5) വഴി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും, SC ST വിഭാഗങ്ങൾക്കും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരം ലഭിച്ചു. അപ്പം ഇതിന്റെ ഭാഗമായി എന്താണ്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള സംവരണ വ്യവസ്ഥകൾ വ്യാപിപ്പിക്കാൻ ഭരണഘടന അനുവദിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇനി സർക്കാർ ജോലിയിലെ സംവരണത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയാവുന്നത് ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 16 എന്ന് പറയുമ്പോൾ സർക്കാർ ജോലികളിലും അതുപോലെ പൊതുസേവന മേഖലയിലെ നിയമനങ്ങൾ, അതായത് പബ്ലിക് സർവീസിലെ അപ്പോയിന്റ്മെന്റ്സിലൊക്കെ തന്നെ അവസരങ്ങളുടെ സമത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിൾ. അതുപോലെ ആർട്ടിക്കിൾ 16(1) എല്ലാ പൗരന്മാർക്കും സർക്കാർ ജോലികളിൽ അവസരങ്ങളുടെ സമത്വം ഉറപ്പ് നൽകുന്നു എന്ന ഒരു വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ്. അതുപോലെ ആർട്ടിക്കിൾ 16(2) മതം, വംശം, ജാതി, ലിംഗം, അതുപോലെ തന്നെ ജനനസ്ഥലം, താമസ സ്ഥലം തുടങ്ങിയ കാരണങ്ങൾ മാത്രം സർക്കാർ ജോലിയിൽ വിവേചനം കാണിക്കുന്നത് നിരോധിക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. അപ്പൊ എന്നാൽ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് യഥാർത്ഥ ഒരു അവസര സമത്വം അത് ഉറപ്പു നൽകുന്നതിനായിട്ടാണ് ആർട്ടിക്കിൾ 16 അതിന്റെ 4ാമത്തെ ക്ലോസിൽ ഒരു പ്രത്യേക വ്യവസ്ഥ നൽകുന്നത്. ഇപ്പൊ ആർട്ടിക്കിൾ 16(4) പ്രകാരം സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ സർക്കാർ സേവനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത ഏതെങ്കിലും പിന്നാക്ക വിഭാഗ പൗരന്മാർക്ക് സർക്കാർ നിയമനങ്ങളിലും തസ്തികകളിലും സംവരണം നൽകാൻ സ്റ്റേറ്റിന് കഴിയും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. അതായത് ആർട്ടിക്കിൾ 16(4) ഒരു നിർബന്ധിത വ്യവസ്ഥയല്ല. സംവരണം നൽകാൻ സ്റ്റേറ്റിന് അധികാരം നൽകുന്ന ഒരു എനേബിളിംഗ് പ്രൊവിഷൻ മാത്രമാണ്, അല്ലാതെ ഇതൊരു ഡയറക്റ്റ് റൈറ്റ് അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഭരണഘടന സംവരണം നൽകാനുള്ള അധികാരം ആർക്ക് നൽകുന്നു? സ്റ്റേറ്റിന് നൽകുന്നു. അപ്പൊ ഇനി നമുക്ക് ഇന്ത്യയിലെ സംവരണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നാണ് ഇത്, ഇന്ദിരാ സാനി കേസ്. അപ്പൊ ഇതിലേക്കൊന്ന് വരുമ്പോൾ 1992 സുപ്രീം കോടതി പരിഗണിച്ച ഇന്ദിരാ സാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ഒരു കേസുണ്ട്. അപ്പൊ ഈ കേസാണ് സാധാരണയായി മണ്ഡൽ കമ്മീഷൻ കേസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ OBC സംവരണവുമായി ബന്ധപ്പെട്ട ഈ കേസ് വളരെയധികം നിർണായകമാണ്. ഇപ്പോൾ മണ്ഡൽ കമ്മീഷന്റെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ OBC വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 27% സംവരണം നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ ഉണ്ടായ നിയമ പോരാട്ടത്തിലാണ് സുപ്രീം കോടതി ചരിത്രപ്രധാനമായ ആ ഒരു വിധി ഉണ്ടായത്. 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇന്ദിരാ സാനി കേസിൽ വിധി പ്രസ്താവിച്ചെന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ സുപ്രീം കോടതി OBC വിഭാഗങ്ങൾക്ക് 27% സംവരണം നൽകുന്നത് ഭരണഘടനാപരമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ചില പ്രധാന തത്വങ്ങളും കോടതി വ്യക്തമാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 50% സംവരണ പരിധി. അപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ സംവരണം 50% കവിയരുത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 50% പരിധി ഭരണഘടനയിൽ നേരിട്ട് എഴുതിയിരിക്കുന്ന ഒരു ശതമാനം അല്ല എന്നൊരു കാര്യം കൂടിയാണ്. സുപ്രീം കോടതിയുടെ വിധികളിലൂടെ രൂപപ്പെട്ട ഭരണഘടനാപരമായ ഒരു തത്വമാണിത്. ഇപ്പൊ ഇന്ദിരാ സാനി കേസിലെ മറ്റൊരു പ്രധാന ആശയമാണ് ക്രീമി ലെയർ. അത് UPSC എഴുതിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവര് OBC ആണെങ്കിൽ അവർ UPSC അപ്പിയർ ചെയ്യുന്ന സമയത്ത് സംവരണ ആനുകൂല്യം വേണമെങ്കിൽ ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്രീമി ലെയറിലേക്ക് ഒന്ന് വരാം. OBC സംവരണത്തിന്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് ലഭിക്കണമെങ്കിൽ ക്രീമി ലെയർ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് എന്ത് ചെയ്തത്? സുപ്രീം കോടതി നിർദ്ദേശിച്ചത്.
അതായത് OBC വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ സംവരണാനുകൂല്യം ലഭിക്കില്ല. ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് OBC സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കില്ല എന്നതാണ്. അപ്പോൾ ഇനി SC/ST സംവരണത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. SC/ST വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സർക്കാർ ജോലിയിലും സംവരണം നൽകുന്നതിന് ഭരണഘടനയിൽ ഒരു പ്രത്യേക വ്യവസ്ഥകൾ തന്നെ ഉണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 15ന്റെ 4, അതുപോലെ ആർട്ടിക്കിൾ 15ന്റെ 5 അപ്പോൾ എന്നിവയും സർക്കാർ നിയമനങ്ങളിലേക്ക് വരുവാണെങ്കിൽ ആർട്ടിക്കിൾ 16ന്റെ 4 പ്രധാനമാണ്. ഇനി ആർട്ടിക്കിൾ 16(4)ന്റെ A അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സർക്കാർ സേവനത്തിലേക്ക് സ്ഥാനക്കയറ്റങ്ങൾ സംവരണം നൽകുന്നതിനുള്ള ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. 77ാം ഭരണഘടനാ ഭേദഗതി നിയമം 1955 വഴിയാണ് ആർട്ടിക്കിൾ 16ന്റെ 4A എന്ന ക്ലോസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതായത് ആർട്ടിക്കിൾ 16ന്റെ 4A പ്രധാനമായും സർക്കാർ നിയമനങ്ങളിലെ സംവരണവുമായി ബന്ധപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 16(4)A SC/ST വിഭാഗങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ഒരു വ്യവസ്ഥയാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലോട്ട് വെക്കുക. അപ്പൊ ഇനി ആർട്ടിക്കിൾ 16(4)ന്റെ ബിയും നോക്കാം. ഇതും വളരെ പ്രധാനമാണ്. സംവരണത്തിനായി 1 വർഷം മാറ്റി വെച്ചിട്ടും നികത്താൻ കഴിയാതെ വന്ന ഒഴിവുകളെ ബാക്ക്ലോഗ് വേക്കൻസീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം ഇത്തരം ബാക്ക്ലോഗ് വേക്കൻസീസ് തുടർന്നുള്ള വർഷത്തിൽ പ്രത്യേക വിഭാഗമായി പരിഗണിച്ച് നികത്താൻ കഴിയും. അപ്പൊ ഇത്തരം ബാക്ക്ലോഗ് വേക്കൻസീസ് ആ വർഷം സാധാരണ ഒഴിവുകളോടൊപ്പം കണക്കാക്കി 50% പരിധി നിർണ്ണയിക്കേണ്ടതില്ലെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അതായത് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇനി സാമ്പത്തികമായി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള EWS സംവരണത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2019 103ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് EWS സംവരണം കൊണ്ടുവന്നത്. അപ്പൊ ഇതിനായി ഈ 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 15ന്റെ 6, ആർട്ടിക്കിൾ 16ന്റെ 6 എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഈ ആർട്ടിക്കിൾ 15ന്റെ 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ EWS സംവരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആർട്ടിക്കിൾ 16ന്റെ 6 സർക്കാർ ജോലികളിലെ EWS സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിലൂടെ SC, ST, OBC സംവരണത്തിന്റെ പരിധിയിൽ പെടാത്ത സാമ്പത്തിക പിന്നാക്ക വിഭാഗങ്ങൾക്ക് പരമാവധി 10% വരെ സംവരണം നൽകാനായിട്ട് ഭരണഘടന അനുവദിച്ചു. അപ്പം ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. അതായത് SC, ST, OBC സംവരണം പ്രധാനമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു പിന്നാക്കാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ EWS സംവരണം സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെച്ചിരിക്കണം. അതുപോലെ EWS സംവരണവുമായി ബന്ധപ്പെട്ട 103ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭരണഘടനാ സാധ്യത ഇത് സുപ്രീം കോടതിയിൽ ഒരിക്കൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് 2022 ജൻഹിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ്. ഇതിൽ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 3-2 ഭൂരിപക്ഷത്തിൽ 103ാം ഭരണഘടനാ ഭേദഗതി ശരിവെക്കുകയും ചെയ്തു. അതോടെ EWS വിഭാഗത്തിന് 10% വരെ സംവരണം നൽകുന്ന ഭരണഘടനാപരമായ വ്യവസ്ഥ അങ്ങനെ നിലനിൽക്കുകയും ചെയ്തു. അപ്പം ഇനി സംവരണത്തിന്റെ ആകെ പരിധിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഇന്ദിരാസാനി കേസിൽ സുപ്രീം കോടതി സാധാരണ സാഹചര്യത്തിൽ സംവരണം 50% കവിയരുത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്നാൽ നമ്മൾ കണ്ടതാണ് പിന്നീട് ചില സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ പറയുന്ന 50%-ന് മുകളിലുള്ള സംവരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് 50% ആ ഒരു പരിധി ഭരണഘടനയിൽ നേരിട്ട് എഴുതിയിട്ടുള്ളതല്ലെന്നും അത് സുപ്രീം കോടതി വിധികളിലൂടെ രൂപപ്പെട്ട തത്വമാണെന്ന് നിങ്ങളൊന്ന് പ്രത്യേകം ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി 2022 EWS വിധിയിലൂടെ 10% EWS സംവരണം അംഗീകരിച്ചതോടെ 50% പരിധിയെക്കുറിച്ചുള്ള ആ ഒരു ഭരണഘടനാ ചർച്ചകൾക്ക് പുതിയൊരു ഘട്ടം കൂടെ ഉണ്ടായി. ഇനി നമുക്ക് ഈ സംവരണവും മെറിറ്റും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. അപ്പൊ സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും സംവരണവും മെറിറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്നാൽ ഈ സുപ്രീം കോടതിയുടെ വിവിധ വിധികളിൽ സംവരണം എന്നത് സമത്വത്തിന് വിരുദ്ധമല്ല, സമത്വത്തിന്റെ ഒരു വിരുദ്ധമല്ലെന്നും അതുപോലെ യഥാർത്ഥ അവസര സമത്വം ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാർഗമായി കാണണമെന്നും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം ചരിത്രപരമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് എല്ലാവരോടും ഒരേ മത്സര രംഗത്ത് അവസരം നൽകിയാൽ മാത്രം യഥാർത്ഥ സമത്വം ലഭിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടന സാമൂഹിക നീതിയുടെയും അതുപോലെ തന്നെ അവസര സമത്വത്തിന്റെയും ഭാഗമായി പ്രത്യേക വ്യവസ്ഥകൾ അനുവദിക്കുന്നത്.
അതിനാൽ ഇന്ത്യയിലെ ആ ഒരു സംവരണ സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 പ്രധാന ആശയങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇപ്പൊ ഒന്നാമത് പറയാവുന്നതാണ് എന്ത്? സാമൂഹിക നീതി. ഇപ്പൊ രണ്ടാമത്താണ് അവസര സമത്വം, മൂന്നാമത്താണ് ചരിത്രപ്രധാനമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കൽ എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ ദൗത്യം. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എല്ലാവർക്കും തുല്യമായ അവസരം നൽകുക എന്നതാണ്. എന്നാൽ സമൂഹത്തിലെ എല്ലാവരും ഒരേ സാമൂഹിക സാഹചര്യത്തിൽ നിന്നല്ല വരുന്നത് എന്നും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രപരമായ വിവേചനവും സാമൂഹിക പിന്നാക്കാവസ്ഥയും അനുഭവിച്ച വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും കൂടുതൽ അവസരം നൽകുന്നതിലൂടെ അവരെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പറഞ്ഞ സംവരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതേസമയം സംവരണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനാപരമായ പരിധികൾക്കും അതുപോലെ കോടതി വിധികൾക്കും ഒക്കെ തന്നെ വിധേയവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ഒരു സംവരണം ഒരു സ്ഥിരമായോ മാറ്റമില്ലാത്തതോ ആയ സംവിധാനം എന്നതിനേക്കാൾ ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും അതുപോലെ സുപ്രീം കോടതി വിധികളും ഭരണകൂട നയങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു സങ്കീർണമായ ഭരണഘടനാ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇനി പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ്, അതായത് ഈ പറയുന്ന സംവരണം ഇത് സ്ഥിരമാണോ, അല്ലെ, ഇത് മാറ്റാനായിട്ട് നമുക്ക് കഴിയുമോ, എങ്ങനെയാണ് ഇതിനകത്തൊരു മാറ്റം വരുത്താവുന്നത്? ഇപ്പം ഇന്ത്യയിലെ സംവരണ സംവിധാനം അത് ഭരണഘടനാപരമായ വ്യവസ്ഥകളോടും അതുപോലെ തന്നെ നിയമങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പം അതിനാൽ സംവരണം ഒരു സർക്കാർ ഉത്തരവിലൂടെ മാത്രം മാറ്റാനോ അവസാനിപ്പിക്കാനോ ഒന്നും തന്നെ കഴിയുകയില്ലെന്ന് നമുക്കത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനി സംവരണത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368 അനുസരിച്ചുള്ള ഭരണഘടനാ ഭേദഗതിയോ ബന്ധപ്പെട്ട നിയമനിർമ്മാണമോ അത് നമുക്ക് ആവശ്യമായിട്ട് വരാം. സംവരണത്തിന്റെ അടിസ്ഥാനമായ ഭരണഘടനാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റിന് നമ്മൾ മുൻപ് കണ്ട ആ ഒരു ആർട്ടിക്കിൾ 368 അനുസരിച്ചിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ തയ്യാറാക്കുന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടം. അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നതാണ്. അപ്പം മൂന്നാമത്തെ ഘട്ടമാണ് ഇതിലെ ഒരു ക്രൂഷ്യൽ എലമെന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഈ ബില്ല് പാസ്സാകണമെങ്കിൽ ഒരു സ്പെഷ്യൽ മെജോറിറ്റി അത് ആവശ്യമാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതിയിൽ ബില്ല് പാസ്സാക്കാൻ ഓരോ സഭയിലും ആ സഭയുടെ ആകെ അംഗസംഖ്യയുടെ ഒരു ഭൂരിപക്ഷം കൂടാതെ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ കുറഞ്ഞത് ഒരു 2/3 ഭൂരിപക്ഷം എങ്കിലും എന്താണ് അത്യാവശ്യമാണ്. അതായത് ഒരു സഭയിൽ ഹാജരായവരിൽ 2/3 പേര് പിന്തുണച്ചാൽ മാത്രം പോരാ, ആ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ ഭൂരിപക്ഷവും വേണം. അപ്പം ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നാണ് സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇപ്പൊ ചില വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിട്ടുള്ളത് കൊണ്ട്, അതായത് എല്ലാ ഭരണഘടനാ ഭേദഗതികൾക്കും ഒരു സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ല, എന്നാൽ ഭേദഗതി ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ചില പ്രത്യേക ഭരണഘടനാ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കുറഞ്ഞത് പകുതി സംസ്ഥാന നിയമസഭകളുടെ ഒരു റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. അതിനാൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ നിർബന്ധമാണോ എന്നത് ഈ ഭേദഗതി ചെയ്യാൻ പോകുന്ന ഭരണഘടനാ ആർട്ടിക്കിളിനെ ആശ്രയിച്ചിരിക്കും. അടുത്തൊരു പ്രധാന ഘട്ടമാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം. അപ്പൊ പാർലമെന്റിന്റെ ആവശ്യമായ ഭൂരിപക്ഷവും ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ ലഭിച്ച ശേഷം ഈ ബില്ല് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. ആർട്ടിക്കിൾ 368 പ്രകാരം ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ രാഷ്ട്രപതിക്ക് ഭേദഗതിയിൽ അസന്റ് നൽകാം. അപ്പം ഇങ്ങനെ ഈ അസന്റ് നൽകിയാൽ ആ ഒരു ബില്ല് നിയമമാവും. ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതിന് ശേഷവും അത് അസാധുവാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെ എന്നതിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ കണ്ട പോലെ സംവരണത്തിന്റെ ശതമാനം, അതുപോലെ എന്താ അർഹതാ മാനദണ്ഡങ്ങൾ, വിഭാഗങ്ങളുടെ പട്ടിക തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കേന്ദ്രത്തിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും അനുസരിച്ച് നിയമനിർമ്മാണത്തിലൂടെയോ അതുപോലെ ഭരണഘടനാ നടപടികളിലൂടെയോ ഒക്കെ തന്നെ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടപോലെ സംവരണത്തിന്റെ ശതമാനം, അർഹതാ മാനദണ്ഡങ്ങൾ, അതുപോലെ വിഭാഗങ്ങളുടെ പട്ടിക തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഈ പറഞ്ഞ കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കോ ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും അനുസരിച്ച് നിയമനിർമ്മാണത്തിലൂടെയോ അതുപോലെ എന്താ ഭരണ നടപടികളിലൂടെയോ ഒക്കെ തന്നെ സാധിക്കുന്നതാണ്.
എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ ഭരണഘടനയ്ക്കും സുപ്രീം കോടതി വിധികൾക്കും വിധേയമായിരിക്കും എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഇന്ത്യയിൽ സംവരണ സംവിധാനം മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കഴിയും എന്നാണെങ്കിലും അത് മാറ്റാൻ ഭരണഘടനാ വ്യവസ്ഥ, നിയമം, പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ നടപടി, ആവശ്യമായെടുത്ത് ഭരണഘടനാ ഭേദഗതി, കൂടാതെ കോടതിയുടെ ഭരണഘടനാപരമായ പരിശോധന എന്നിവയും പരിഗണിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് സാരം. ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു ഭരണഘടനാ ഭേദഗതി നിയമമാക്കിയതിനു ശേഷം അത് എങ്ങനെയാണ് അസാധുവാക്കാൻ പറ്റുന്നത് എന്ന്. ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതിന് ശേഷം അത് സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഭേദഗതി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടന തകർക്കുന്ന തരത്തിലുള്ളതാണോ എന്ന് സുപ്രീം കോടതിക്ക് ഇവിടെ പരിശോധിക്കാം. ഇതാണ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലൂടെ രൂപപ്പെട്ട ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. അപ്പോൾ പാർലമെന്റിന് ഭരണഘടനയിലെ ഭൂരിഭാഗം വ്യവസ്ഥകളും ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ടെങ്കിലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കുന്ന തരത്തിൽ ഭേദഗതി വരുത്താൻ കഴിയില്ലെന്നാണ് ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ബേസിക് സ്ട്രക്ചറിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഈ പറഞ്ഞ അമെൻമെന്റ് വന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് അസാധുവാക്കാനായി സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ റിസർവേഷനെ സംബന്ധിച്ച കാര്യങ്ങളുടെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി E20 പെട്രോൾ അതുപോലെ ഹൈഡ്രജൻ ട്രെയിൻ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിവ് വേണ്ടവർക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ മറ്റൊരു കറണ്ട് അഫയേഴ്സ് അനാലിസിസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.